നമ്മളിപ്പോൾ ഏകദേശം പൂളാടിക്കുന്ന് കഴിഞ്ഞു. പൂളാടിക്കുന്ന് കഴിഞ്ഞിട്ടില്ല, പൂളാടിക്കുന്ന് എത്തുന്നു. നമുക്ക് കൊയിലാണ്ടി വരെ ഇങ്ങനെ പോകാനുണ്ട്. സൂര്യാസ്തമയത്തിൻ്റെ സമയമായതുകൊണ്ട് ആകാശം വളരെ റെഡ്, ഒരു ഓറഞ്ച് കളറിലാണുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. ഈ ഒരു ടൈമിൽ യാത്ര ചെയ്യാൻ, ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ നല്ല രസമാണ്. സ്ട്രെയിറ്റ് റോഡ്, നല്ല കാണാൻ ഭംഗിയുള്ള ആകാശം, ചെറിയ ചെറിയ പക്ഷികളൊക്കെ ഇങ്ങനെ കൂടണയാൻ വേണ്ടി തിരിച്ചു പോകും. ഭയങ്കര രസമാണ് ഈ ഒരു ടൈം. നമുക്ക് എപ്പോഴും ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു മൊമെൻ്റാണ്. നമ്മളെ ചാനലിൽ നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു വോയിസ് ഓവർ ഉള്ളതോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നതോ ആയിട്ടുള്ള വീഡിയോസൊന്നും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് കുറേ യാത്രകളും കുറേ സ്ഥലങ്ങളും അതേപോലെ നിങ്ങൾ കാണാത്ത പലതരം റോഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചാനലിൽ വരും. നല്ല നല്ല വീഡിയോസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഒഴിവ് പോലെ ടൈം അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ടെക്നോളജിയാണ്. ഞാൻ വായിച്ചത് പൂനെയിൽ മാത്രമാണ് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടൊരു പാലം ഉണ്ടാക്കിയതെന്നാണ്. അപ്പോൾ ഇവിടെ 2 പാലങ്ങൾ അതേപോലെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ പറമ്പത്ത് എത്തി. പറമ്പത്തിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ ഒരു വൈറ്റ് ഹൗസ് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് പിന്നെ നല്ല ഫുഡാണ്, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ഒരു സ്ഥലമാണ്. എനിവേ, ഞാൻ പറഞ്ഞത് നമ്മളെ ചാനലിൽ നല്ല നല്ല വീഡിയോസ് വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ലൈവ് ഉണ്ടാവും, ലൈവ് വരും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരോ പിന്നെ പറയാനുള്ള കാര്യങ്ങൾ ലൈവിലും മറ്റൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതേപോലെ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. എങ്ങനെ ഈ ചാനൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. എനിക്ക് പിന്നെ ഏകദേശം 2 hours ജേണി ഉണ്ട് ഡെയിലി. അപ്പം ഇത് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഈ ചാനലിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. പിന്നെ ഏകദേശം രാവിലെ 8 to 9 ജേണി ഉണ്ട്. അതേപോലെ 5:30, 6 o'clock to 1 hour ജേണി. അപ്പം ഈ ടൈം വെറുതെ പോവാണ്. ടൈം ഒന്ന് വേറെ ഒരു കാര്യം പഠിക്കാനോ ചെയ്യാനോ കഴിയില്ല. പിന്നെ ഞാൻ മോസ്റ്റ്ലി ഈ കാറിലുള്ള ടൈം യൂസ് ചെയ്യുന്നത് കുറേ ആൾക്കാർ എനിക്ക് കോൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ പിന്നെ ആ കോളിങ് കാര്യങ്ങളൊക്കെ തീർക്കുന്നത് നോർമലി ഡ്രൈവിങ്ങിലാണ്. മീൻസ് ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ പിന്നെ ബിസിനസ് ആവശ്യത്തിനോ വർക്കിൻ്റെ ആവശ്യത്തിനോ ഒക്കെ ആയിട്ട് നമുക്ക് കോൾ ചെയ്യാൻ ബാക്കി വെച്ച ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കോൾസൊക്കെ പിന്നെ ഈ ഒരു ടൈമിലാണ് നോർമലി ചെയ്ത് തീർക്കാറ്. നിങ്ങൾക്കും അതൊരു പിന്നെ ഒരു ഹാബിറ്റാക്കി മാറ്റാം. അപ്പം നോർമലി ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യത്തിനല്ലെങ്കിൽ അൺപ്രൊഡക്റ്റീവാണ്. ഇതിനെ എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അതേപോലെ ഞാൻ കുറേ വോയിസ് പോഡ്കാസ്റ്റുകൾ ഈ ഒരു ഡ്രൈവിങ്ങിൻ്റെ സമയത്തൊക്കെ കേൾക്കുമായിരുന്നു. ചിലപ്പം നമ്മളങ്ങനെ മാറ്റി വെച്ച കുറേ പോഡ്കാസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് കേൾക്കണമെന്ന് തോന്നുന്ന ചർച്ചകൾ, അതേപോലെ ന്യൂസ്, അതൊക്കെ
ഒരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം ഡ്രൈവിങ് തീരുന്ന സമയത്താണ് അത് എൻഡ് ചെയ്യുക. അപ്പോൾ അത് ഒരു നല്ല ഹാബിറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മുമ്പ് മെട്രോയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ബുക്ക് വായിക്കുകയായിരുന്നു. പക്ഷേ ബുക്ക് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വായിക്കാൻ പറ്റില്ല. ലൈവ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ലൈവിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെ അതിൻ്റെ ലൈവിൻ്റെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. പിന്നെ അതേപോലെ നമുക്ക് ടെക്നിക്കലി ഉള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഡ്രൈവിങ് പോകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നല്ല റെഡ് കളറായിട്ടുണ്ട്. നേരത്തേതിലും ഭയങ്കര റെഡായിട്ടുണ്ട്. ഇരുട്ട് പിന്നെ കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. പക്ഷേ നല്ല രസമുണ്ട് പിന്നെ കാണാൻ. റെഡ് കളറ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ബീച്ചാണ്. അപ്പം കുറച്ചും കൂടി ഒരു പിന്നെ ഇൻറ്റൻസ് റെഡിലാണ് കാണുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.